നമസ്കാരം. വെനീസ് ടൂർണമെന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു വീഡിയോ ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കാണിക്കാം. ഒരു പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങളിൽ പല ആൾക്കാർക്കും സംശയം ഉണ്ടായേക്കാം. എന്നാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ വീഡിയോ കാണുക. കാരണം ഇന്ന് നമ്മുടെയൊക്കെ ഷിറ്റ് ചേട്ടൻ്റെ മകളുടെ കല്യാണം വരുന്നു. ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നലെ തന്നെ നരേന്ദ്രമോദി കേരളത്തിലെത്തി കൊച്ചിയിൽ ഒരു റോഡ് ഷോ ഒക്കെ നടത്തി ഞെട്ടിച്ചാണ് ഇന്ന് രാവിലെ നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയത്. എന്തായാലും ഈ ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സിനിമാ മേഖലയിൽ നിന്നുള്ള ഒട്ടുമിക്ക പ്രമുഖന്മാരും നേരത്തെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ കല്യാണം നടക്കുന്ന നടപ്പന്തൽ വരെ അഹിന്ദുക്കൾക്ക് പ്രവേശനമുള്ളൂ. അതിനപ്പുറത്തോട്ട് ആർക്കും പ്രവേശനമില്ല. കാരണം ഗുരുവായൂരപ്പനെ നേരിൽ പോയി കാണാനോ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാനോ ഒന്നും മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പ്രവേശനമില്ല. എന്നാൽ ഈ വിവാഹം നടക്കുന്നതിന് വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു നടപ്പന്തൽ റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ സാധാരണ വിവാഹങ്ങളൊക്കെ നടക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ഒരു നടപ്പന്തലിൽ വെച്ചിട്ടായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം. എന്നാൽ ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പല നടന്മാരും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് പല സെലിബ്രിറ്റികൾ വരുന്ന കൂട്ടത്തിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്കായും മമ്മൂക്കായുടെ വൈഫും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് അവിടെ എത്തിയിരുന്നു. അപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നരേന്ദ്രമോദി എത്തുന്നത് കൊണ്ട് വലിയ സെക്യൂരിറ്റികളും അല്ലെങ്കിൽ അത്രത്തോളം സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടാണ് ഈ ഒരു വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് നടത്തപ്പെടുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഫോർമാലിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും മെറ്റൽ ഡിറ്റക്ടർ വഴിയും അതോടൊപ്പം തന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സുരക്ഷാ കവാടം കടന്ന് വരുന്ന മമ്മൂക്ക അതിന് തൊട്ട് പുറകിൽ വരുന്ന മറ്റ് സെലിബ്രിറ്റികളോടും ആ ഉദ്യോഗസ്ഥൻ കാണിച്ചിട്ടുള്ള ഒരു തെണ്ടിത്തരത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുന്നത്. ഒരു പക്ഷേ ഞാനിത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് വർഗീയതയായിട്ട് തോന്നിയേക്കാം. പക്ഷെ അത് കണ്ടാൽ എനിക്കത് ദഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത്. എന്തായാലും നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം പുറകിൽ വരുന്ന ലാലേട്ടനോട് ആ ഒരു സമീപനമാണോ ഈ ഉദ്യോഗസ്ഥൻ എടുത്തിരിക്കുന്നത് കൂടെ ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് നേരെ ആ വീഡിയോയിലിട്ടൊന്ന് പോവാം. അതായത് മമ്മൂക്ക അതിൻ്റെ തൊട്ട് പുറയിൽ ഖുഷ്ബു വരുന്നുണ്ട്, ജയറാം തൊട്ട് മുന്നേ പോവുകയാണ്, തൊട്ട് പുറയിൽ മമ്മൂക്കയുടെ വൈഫ് ലാലേട്ടൻ്റെ വൈഫ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കാണുക കേട്ടോ. സുരേഷ് കുമാർ മമ്മൂക്ക വന്ന് നിന്നു. മെറ്റൽ ഡിറ്റക്ടർ വഴി ആ ഉദ്യോഗസ്ഥൻ മമ്മൂക്കായെ സെർച്ച് ചെയ്യുന്നു. തൊട്ട് പുറയിൽ സുരേഷ് കുമാർ ലാലേട്ടനും വരുന്നുണ്ട്. നോക്കുക, പറഞ്ഞു വിട്ടിച്ചു. വേണമെങ്കിൽ ഒന്നും കൂടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങളുടെ കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒന്നും കൂടെ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കണ്ടു നോക്കുക. അതായത് ക്ഷേത്രത്തിലെ ഈ നടപ്പന്തലിലേക്കുള്ള ആ ഒരു കവാടത്തിലൂടെയാണ് ഇവർ നടന്നു വരുന്നത്. ജയറാം, തൊട്ടുപുറയിൽ മമ്മൂക്ക, സുൽഫത്ത് നമ്മുടെ മോഹൻലാലിൻ്റെ വൈഫ്. കണ്ടോളൂ. തൊട്ടുപുറയിൽ ലാലേട്ടൻ വരുന്നുണ്ട്. കണ്ടല്ലോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? കാരണം ഞാൻ പറയുമ്പോഴത്തേക്ക് അത് വർഗീയത എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഒരു സുരക്ഷാ സംവിധാനം അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ മമ്മൂക്ക വരുമ്പോഴത്തേക്ക് മമ്മൂക്കാനെ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് ശരീരം ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ തൊട്ട് പുറകിൽ വരുന്ന ലാലേട്ടനെ എന്തുകൊണ്ട് അദ്ദേഹം അതിന് മുതിർന്നില്ല എന്ന് ചോദിക്കുന്നിടത്താണ് പ്രസക്തമായിട്ടുള്ള ചില കാര്യം. കാരണം ഇതിപ്പം പല സോഷ്യൽ മീഡിയകളിലും ഈ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തുകൊണ്ട് പല ആൾക്കാരും ഇതിങ്ങനെ വൈറലാക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ കാണിച്ചത് തെണ്ടിത്തരമാണ് അല്ലെങ്കിൽ തെമ്മാടിത്തരമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അവിടെ തടിച്ചു കൂടിയിരുന്നു. അത് പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ആരാധകർ കാണാൻ വേണ്ടി നേരത്തെ തന്നെ എത്തിയ കുറച്ച് ആൾക്കാർ ലാലേട്ടൻ വന്നപ്പോഴത്തേക്ക് അവരെ നോക്കിയില്ല, അവരെ ചിരിച്ചില്ല, അല്ലെങ്കിൽ അവരെ കൈ കാണിച്ചില്ല എന്ന തരത്തിലുള്ള ഒരു വിമർശനവുമായിട്ട് ഒരു വീഡിയോയും കൂടെ വന്നിട്ട് നമുക്ക് ആ ഒരു വീഡിയോ കൊണ്ടൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് പോകാം. നേരെ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടുനോക്കാം. ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായില്ല. സങ്കടകരെ ലാലേട്ടൻ ഇങ്ങനെ ചെയ്തത് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല. ലാലേട്ടൻ ഇങ്ങനെ വന്നിട്ട് കാര്യമല്ലോ. ഞങ്ങളെ ആരാധക ഞാൻ കാണുന്ന ആളാ. 8 മണിക്ക് വന്ന് വെയിറ്റ് ചെയ്യണം അവിടെ. മമ്മൂട്ടി പോയ ടൈമിൽ ഒന്ന് ക്ലാസ് എടുത്ത് ഇങ്ങനെ കൈകൊണ്ട് കളിച്ചു. ആരെ മൈൻഡ് ചെയ്യട്ടെ.
പുലർച്ചയൊക്കെ വന്ന് കാത്തുനിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങള്. എത്രയോ വയസ്സായ ആൾക്കാരും ലാലേട്ടനൊന്നും പ്രതികരിച്ചില്ല ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. മമ്മൂട്ടി ഗ്ലാസ് കാണാൻ വേണ്ടിട്ട് മോഹൻലാൽ പ്രതികരിച്ചില്ല മമ്മൂട്ടി ഊഹിച്ച് തയ്ച്ചു വന്നതാ. ഞങ്ങൾ അത്രയും ആരാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ലാലേട്ടൻ. ലാലേട്ടന്റെ ഗ്ലാസ് ഒന്നും നീക്കിട്ട് ഞങ്ങളിന്ന് കാണാൻ പറ്റില്ല. ഒന്നും പറയണ്ട, ഒന്ന് കാണണമെന്നുണ്ടായിരുന്നല്ലോ അല്ലേ? ഭയങ്കര സങ്കടായി. പിന്നെയും ഗ്ലാസ് തമിഴ്നാടന്മാരും നമുക്ക് പിന്നെയും ഗ്ലാസ്. ഇത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ലാലേട്ടൻ വരുന്ന ആ വേദിയിൽ പുറത്ത് കാത്തു നിന്ന ലാലേട്ടൻ്റെ ആരാധകരാണ് ഈ പറയുന്നത്. അതായത് മമ്മൂട്ടിയും മോഹൻലാലും വരുന്ന സമയത്ത് മമ്മൂട്ടി ഗ്ലാസ് താത്തിയിട്ടു ആരാധകരെയൊക്കെ കൈവീശി കാണിച്ചു. അവർ പോയി. എന്തുകൊണ്ട് ലാലേട്ടന് ഞങ്ങളോട് അങ്ങനെ കാണിക്കാൻ തോന്നിയില്ല എന്നുള്ള അവരൊരു വിഷമമാണ് അവർ ഈ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പം നമ്മൾ എല്ലാവരെയും ഒരേ രീതിയിൽ കാണാൻ കഴിവ് അവിടെ കാണിക്കണമായിരുന്നു. അല്ലാതെ ഇതുപോലത്തെ രണ്ട് തരത്തിലുള്ള പ്രവൃത്തി കാണിക്കുന്നതിന് നമുക്ക് പറയേണ്ട ഭാഷ വേറൊന്നാണ്. എന്തായാലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് സുരേഷ് ഗോപി ക്ഷണിച്ചിട്ടാണ് മമ്മൂക്ക ഈ ഒരു വേദിയിലേക്ക് അവിടെ എത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു പരിഗണന അത് കൊടുക്കേണ്ടതായിരുന്നു. എന്തായാലും വളരെ ഭംഗിയായ രീതിയിൽ ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുകയും ചെയ്തു. ആ ഒരു സമയത്ത് നരേന്ദ്രമോദി ഇവരെ ഈ നരേന്ദ്രമോദി എല്ലാവരെയും വന്ന് സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ഈ സിനിമാ നടന്മാർ സെലിബ്രിറ്റികളൊക്കെ ഇങ്ങനെ നിരന്നു നിൽക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എല്ലാവരെയും കൈകൂപ്പി വരുന്നു. വന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ കൈകൂപ്പി നിൽക്കുന്നു, മമ്മൂക്ക കൈ കെട്ടി നിൽക്കുന്ന ആ ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റ് ഇപ്പം ജയറാമിനും മോഹൻലാലിനും ഒക്കെ ഈ അയോധ്യയിൽ പൂജിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആ പ്രസാദം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ജയറാമിനെയും ഈ അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. എന്നാൽ തൊട്ടപ്പുറത്ത് മമ്മൂക്ക നിൽപ്പുണ്ട്. മമ്മൂക്കാടുത്ത് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഈ നരേന്ദ്രമോദി ചോദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ എന്തായാലും കാണുന്നത്. അത് ഇതുപോലത്തുള്ള തെമ്മാടിത്തരം കാണിക്കുന്ന ഇതുപോലുള്ള ഉദ്യോഗസ്ഥരൊക്കെയാണ് നമ്മുടെ നാടിന് തന്നെ നാണക്കേട് വരുന്നത്. കാരണം മമ്മൂക്കായെ പോലുള്ള ഒരു വലിയൊരു മനുഷ്യനെ അല്ലെങ്കിൽ വലിയൊരു നടനെ, അദ്ദേഹത്തിന് ജാതിയോ മതമോ അങ്ങനെയുള്ള യാതൊരുവിധ തരത്തിലുള്ള വേറുകൃത്യം കാണിക്കുന്ന ഒരു വ്യക്തി അല്ല എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത്രയധികം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള അല്ലെങ്കിൽ അത്രയധികം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് പരിപാടികൾ നടത്തുന്ന ഇതുപോലുള്ള ഒരു വലിയ ഒരു മനുഷ്യനെ അത് അവഹേളിക്കുന്നതിന് തുല്യമായി പോയി എന്നാണ് എനിക്ക് ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് എൻ്റെ യുക്തിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത്. എന്തായാലും നിങ്ങൾക്ക് എന്താണോ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നിയത്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ ഒരിക്കൽ